Welcome to yet another vlog from Route 66. So now it's all set for another trials. വണ്ടി സ്റ്റാർട്ടാക്കി അച്ഛന് കൊടുക്കാനുള്ള മരുന്നും വാങ്ങി നേരെ ഷോപ്പിലെത്തി. സൈദിന് ഷോപ്പ് ഏൽപ്പിച്ച് അബ്ദുവിനൊരു പണിയും കൊടുത്ത് യാത്ര തുടങ്ങി. ഈസി ചെയറിലിരിക്കുന്ന മാതിരി ഇരുന്നപ്പോഴേക്കും ബാക്ക് കെട്ടിവെച്ച ടെൻറ്റ് മോഹൻലാലായി. പെട്രോൾ തീർന്ന വണ്ടി ചവിട്ടി കൊടുത്ത് പെട്രോൾ അടിപ്പിച്ച് നേരെ 4-ാം വളവിലുള്ള ഞങ്ങൾ സ്വന്തം ഫാം ഹൗസിലേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഫാം ഹൗസ്. അടിവാരത്ത് നിന്ന് 4-ാം വളവിലേക്ക് എത്താൻ ഒരു ബദൽ പാതയുണ്ട്. അവിടെ ഉപ്പിലിട്ടൊക്കെ കിട്ടുന്നതിൻ്റെ ഒരു 100 മീറ്റർ ബാക്കിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. പണിക്കാർ ഞങ്ങൾ ടെൻ്റൊക്കെ എടുത്ത് വേസ്റ്റിലേക്ക് എറിഞ്ഞ്. ഫേസ്ബുക്കോ വാട്സപ്പോ? ഫേസ്ബുക്ക് ആയിരിക്കും അല്ലേ? അതിനൊരു നൈസ് കൗണ്ടർ അച്ഛൻ അടിച്ചിട്ടുണ്ട്. സംഭവം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഇതേമാരത്തിലെ കോപ്പിലെ ചോദ്യം ചോദിക്കേണ്ട ഒരാവശ്യവും എനിക്കില്ലായിരുന്നു. അവിടുന്ന് വണ്ടിയും എടുത്ത് ആസ് ഓൾവേസ് ചുരത്തിൻ്റെ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറ്റി യാത്ര തുടർന്നു. പൂപ്പൊലി നടക്കുന്ന സമയമായതുകൊണ്ട് പോകുന്ന വഴി നല്ല കളർഫുൾ വിഷ്വൽസ് കിട്ടി. രാത്രിയായി, തണുപ്പായി, മാസ്കായി, കാടായി, ആനയായി, പിന്നെ പേടിയായി. പോയി അങ്ങനെ കൂർഗിലൊരു ഹോട്ടലിന് മുമ്പിലെത്തിയപ്പം വണ്ടി നിർത്തി. ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുള്ള മരുന്നും കൊടുത്ത് കുറച്ച് യാത്ര ചെയ്തപ്പം പെട്രോൾ പമ്പിന് സൈഡിൽ ടെൻ്റ് അടിക്കാനൊരു സ്പോട്ട് കിട്ടി. 2 ടെൻ്റ് അടിക്കാനുള്ള മടി കാരണം ഒരു ടെൻ്റ് പിച്ച് ചെയ്ത് പെട്രോൾ പമ്പ് പോയി വെള്ളം എടുത്ത് വണ്ടി ഹാൻഡ് ലോക്കാക്കി സേഫാക്കി തിരിച്ച് വന്ന് ഒരു ടെൻറ്റിൽ എല്ലാവരും കൂടെ അട്ടിക്കിട്ട് കിടന്നുറങ്ങി.